എല്ലാവർക്കും പരിചയമുള്ള നാട്ടിലെല്ലാം സുലഭമായ ഒരു ഔഷധച്ചെടിയെക്കുറിച്ച് പഠിച്ചാലോ? തുളസി. ഔഷധച്ചെടിയുടെ മാതാവ് എന്നറിയപ്പെടുന്ന തുളസി. ഒസിമം സാൻഡം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ലാമിയസി ഫാമിലിയിൽപ്പെടുന്ന 1 മീറ്ററിന് താഴെ മാത്രം ഉയരത്തിൽ വളരുന്ന ഒരു ഔഷധച്ചെടിയാണ് തുളസി. ഇന്ത്യയിൽ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഈ സസ്യത്തിന് വളക്കൂറും ഈർപ്പവുമുള്ള ഏത് മണ്ണിലും വളരാൻ സാധിക്കും. 2 തരം തുളസിയാണ് പൊതുവെ കാണപ്പെടുന്നത്. കറുത്തതോ വയലറ്റ് നിറമുള്ളതായ കൃഷ്ണ തുളസി, ഇളം പച്ച നിറത്തിലുള്ള രാമതുളസി അല്ലെങ്കിൽ വെള്ള തുളസി. ഇതിൽ കൃഷ്ണ തുളസിക്കാണ് കൂടുതൽ ഔഷധ ഗുണങ്ങളുള്ളത്. ഇല, വിത്ത്, വേര് എന്നീ ഭാഗങ്ങളാണ് ആയുർവേദ പ്രകാരമുള്ള ഔഷധ നിർമ്മാണത്തിനായി കൂടുതൽ ഉപയോഗിച്ചു വരുന്നത്. ബോർണിവിൽ അസറ്റേറ്റ്, കാർഡിനിൻ, കാംഫീൻ, കാംഫർ, ബീറ്റ കാൽഫിലിൻ, യുഗിനോൾ മീഥൈൽ ഈഥർ, ഹ്യൂമിലിൻ, ലിമോണിൻ തുടങ്ങിയ രാസഘടകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. കഫക്കെട്ട്, ചുമ, ജലദോഷം, ഉദരക്രിമി, ത്വക് സംബന്ധമായ രോഗങ്ങൾ ഇവയ്ക്കെല്ലാം ഒരു ഔഷധമാണ് തുളസി. കൂടാതെ അരോമാറ്റിക്, ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസ് തുളസിക്കുണ്ടെന്നുള്ളത് റിസർച്ചേഴ്സ് പ്രകാരം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ തുളസി വെറും ഒരു ചെടിയല്ല എന്ന്? ഇതുപോലെ കൂടുതൽ ഔഷധ ചെടികളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ? ആൻഡ് ദിസ് ഇസ് മീ, ഡോക്ടർ അമൽ. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.